തളർത്തുന്ന രോഗം, കൊല്ലുന്ന മരുന്നുവില. രോഗത്തെക്കുറിച്ചുള്ള മലയാളിയുടെ അമിതമായുള്ള അറിവും അതിലൂടെ ഉണ്ടാകുന്ന ഉത്കണ്ഠയും കേരളത്തിൽ ഒരു പരിധിവരെ രോഗികളെ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് മരുന്നു കമ്പനികളെ സംബന്ധിച്ച് ഏറെ ഗുണകരവും. കൂടുതൽ രോഗങ്ങൾ സൃഷ്ടിക്കുന്നതും അതിനായുള്ള മരുന്നുകൾ ഉണ്ടാക്കുന്നതും ഒരുപക്ഷെ ഇവർ തന്നെയാകില്ലേ? നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മള് ഈ മരുന്നിന്റെ MRP നിശ്ചയിച്ച് വെക്കുന്നുണ്ടല്ലോ. അപ്പൊ MRP എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് മരുന്ന് സപ്ലൈ ചെയ്യുന്നതിനേക്കാളും വളരെ വളരെ വളരെയധികം മുകളിലാണ് MRP ഫിക്സ് ചെയ്തിരിക്കുന്നത് ഓരോ മരുന്നിന്റെ. ആ MRPക്ക് താഴെയോ ഏത് വിലയ്ക്ക് വേണമെങ്കിലും ആ മരുന്ന് നമുക്ക് വിൽക്കാം. ലീഗലി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ജീവൻ രക്ഷാ മരുന്നുകളുടെ വിലക്കയറ്റത്തെക്കുറിച്ച് പ്രശസ്ത ക്യാൻസർ രോഗ വിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരൻ. സാധാരണ നല്ല ഹോസ്പിറ്റല് ഒരു മരുന്ന് ഞങ്ങളെ സേവിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് പോകുന്ന ഹോസ്പിറ്റല് സാധാരണ MRPക്ക് കൊടുക്കില്ല. നമ്മൾ എപ്പോഴും ഹോസ്പിറ്റലിലേക്ക് സപ്ലൈ ചെയ്യുന്നതിന്റെ ഒരു 10% ഫാർമസി നടത്താനോ ഹോസ്പിറ്റൽ നടത്താനോ എന്നുള്ള ഒരു ഇതിലെടുത്തിട്ട് ആ റേറ്റിന് പാസ് ഓൺ ചെയ്യുക. നമുക്ക് എപ്പോഴും പലപ്പോഴും തോന്നുന്നത് എന്തിനാണ് ഇങ്ങനെ ഈ ഇത്രയും ഗ്യാപ്പ് ഇടുന്നത്. ക്യാൻസർ ഡ്രഗ് എടുക്കുകയാണെങ്കിൽ ക്യാൻസർ ഡ്രഗിന്റെ MRP ചിലപ്പോൾ 11,000 rupees ഉണ്ടെങ്കിൽ ആ മരുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊടുക്കുന്നത് 4,000 രൂപയ്ക്കാണ്. അപ്പൊ 7,000 rupees ആ ഡിഫറൻസ്. അതിനിടയ്ക്ക് എന്ത് വിലയ്ക്ക് വേണേൽ വിറ്റോളൂ എന്ന് പറയുകയാണ്. അപ്പൊ അങ്ങനെ ഒരു വരുമ്പോഴത്തേക്കും ഇപ്പോൾ 11,000 rupeesന് ഒരു ഹോസ്പിറ്റലിൽ ആ മരുന്ന് വിൽക്കാൻ സാധിച്ചില്ല. അവർക്ക് ബാക്കി ഹോസ്പിറ്റലിൽ എന്ത് വേണേൽ ഫ്രീ കൊടുക്കാം, റൂം വേണേൽ ഫ്രീ കൊടുക്കാം, സർജറി ചാർജ് വേണേൽ കുറയ്ക്കാം. പക്ഷേ പേഷ്യന്റ് അൺനോയിങ്ലി പേഷ്യന്റ് പേ ചെയ്യാണ്. അത് പലപ്പോഴും പബ്ലിക്കിന് മനസ്സിലാവില്ല. പബ്ലിക് എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് റൂം റെന്റ് കുറയ്ക്കുന്നവരും അല്ലെങ്കിൽ ബാക്കി ചാർജസ് കുറയ്ക്കുമ്പോൾ അതേ തിങ്ക് അതാണ് കുറച്ചും കൂടെ അവർക്ക് അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നത്. രണ്ടാമത്തത് ഒരേ മോളിക്യൂള് ഒരു 10 കമ്പനി ഉണ്ടാക്കുന്ന 10 കമ്പനിയുടെയും 10 വിലയാണ്. അതോറിറ്റീസ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്ന വിലയാണ്. അപ്പൊ നമ്മുടെ മുമ്പിൽ വേറെ ക്വസ്റ്റ്യൻ എപ്പോഴും ആലോചിക്കാറുള്ളത് എന്തിനാണ് ഈ 10 കമ്പനിക്ക് ഈ മരുന്ന് ഉണ്ടാക്കാൻ കൊടുക്കുന്നത്. പുറത്തൊന്നും അതില്ല. പുറത്തൊക്കെ എപ്പോഴും കൂടി വന്ന 2 അല്ലെങ്കിൽ 3 കമ്പനിക്ക് ഒരു മരുന്ന് കൊടുക്കുകയുള്ളൂ. അത്ര ആവശ്യമുള്ളൂ. നമുക്ക് ഒരു ചില പ്രോഡക്റ്റ് ഒരു 50-60 കമ്പനികൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഒരേ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രൈസ് ഒരു 2,000 രൂപ മുതൽ ഒരു 20,000 രൂപ വരെ വ്യത്യാസം കാണും. ആ വിലയിൽ ഡോക്ടർക്ക് പങ്കൊന്നുമില്ല, ഗവൺമെന്റിന് അതിന് വലിയ പങ്കൊന്നുമില്ല. പങ്ക് മുകളിൽ നിന്ന് വരേണ്ടതാ, സെൻട്രലിൽ നിന്ന് വരേണ്ടതാ. ഡോക്ടറുടെ പാർട്ടിൽ 2 പ്രോബ്ലം ഉണ്ട്. ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാല് നമ്മള് പലപ്പോഴും ഈ ബ്രാൻഡഡ് ഐറ്റംസ് എഴുതുമെന്ന് പറയില്ല. ബ്രാൻഡ് ഐറ്റംസ് എഴുതുമ്പോഴത്തേക്കും നമ്മുടെ പ്രശ്നം നമുക്ക് ചില ബ്രാൻഡ്സിൽ നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് കോൺഫിഡന്റ് ആയിട്ടൊരു ബ്രാൻഡ് ഉണ്ടെങ്കിൽ നമ്മുടെ പേന അതിന് എഴുതാൻ ശ്രമിക്കുകയുള്ളൂ. പക്ഷെ അതേ സമയത്ത് മറുവശമുണ്ട്. നമ്മൾ ഇതൊന്നും ആലോചിക്കാതെ കമ്മീഷൻ പറ്റിക്കൊണ്ട് മരുന്ന് എഴുതുന്ന ഡോക്ടർമാരുണ്ട്. അപ്പൊ അത് ഡോക്ടറിന്റെ എത്തിക്സും ഡോക്ടറിന്റെ മൊറാലിറ്റിയും സിൻസിരിറ്റിയാണ് അതിനകത്ത് വരുന്നത്. നമ്മുടെ ഇവിടുത്തെ വേറെ പ്രശ്നം ക്വാളിറ്റി കൺട്രോളാണ്. നമുക്ക് ക്വാളിറ്റി കൺട്രോൾ പ്രശ്നം നമുക്ക് പല മെഡിസിനിലും നമുക്ക് ആ എക്സ്പെക്ട് ചെയ്ത എഫക്ട്സ് നമുക്ക് കിട്ടാറില്ല. അപ്പൊ അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് സർക്കാർ തലത്തിൽ ചെയ്യേണ്ടത് ആ ഇറങ്ങുന്ന മരുന്നുകളൊക്കെ ആ ക്വാളിറ്റി അഷുറൻസ് എന്നുള്ളത് ആ മെസ്സേജ് ഡോക്ടേഴ്സിനെ പാസ് ഓൺ ചെയ്യാൻ സാധിക്കണം. പക്ഷെ ആ ഡോക്ടേഴ്സിനെ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കണം. അതിലും പ്രധാനം ഈ 60 ബ്രാൻഡിന്റെ ആവശ്യം എന്നുള്ളതാണ്. ഒരു 3-4 ബ്രാൻഡ്സ് ആ ബ്രാൻഡ്സ് കോൺഫിഡന്റ് ഡോക്ടർക്ക് എഴുതാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് ശരിയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരും. നമുക്ക് അങ്ങനെയാണെങ്കിൽ ട്രേഡ് നെയിം എഴുതണം എന്നുള്ള അവസ്ഥയാണ്. ഈ 60 സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് നെയിം എഴുതേണ്ടി വരും. കാരണം നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് നമുക്ക് പേഷ്യന്റിന് കൊടുത്തേ പറ്റുള്ളൂ. പക്ഷേ ഈ 3-4 ബ്രാൻഡേ ഉള്ളൂ, 4 ബ്രാൻഡും യൂണിഫോംലി ഗുഡ് ആണെങ്കിൽ ഡോക്ടർ ആ പാർട്ട് ശരിയാണ്. ബ്രാൻഡ് നെയിം എഴുതേണ്ട ആവശ്യമില്ല, ഫാർമക്കോളജിക്കൽ നെയിം എഴുതിയാൽ മതി. അപ്പൊ ഇത് എല്ലാ തരത്തിലും ഒരു അഴിച്ചുപണി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ. 25 വർഷം മുമ്പത്തെ സീൻ വേറെയാ. അന്ന് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ എന്ന് പറഞ്ഞാൽ 3-4 മരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതും ഇമ്പോർട്ടഡ്. ചില സമയത്ത് വരും, ചില സമയത്ത് കിട്ടില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് ലോകത്തിൽ ഏത് മരുന്ന് ഇറങ്ങിയാലും നമുക്ക് ഇന്ത്യയിൽ ആ മരുന്നുണ്ട്. അത് മാത്രമല്ല ഇന്ത്യയിൽ തര 5-6 നല്ല മാനുഫാക്ചറിംഗ് കമ്പനീസ് ഉണ്ട് ഓഫ് എ വേൾഡ് ക്ലാസ് റെപ്യൂട്ടേഷൻ. അതൊക്കെ വലിയ കാര്യമാണ്. അതുപോലെ പിന്നെ പോസിറ്റീവ് സൈഡ്സ് കുറെ ഉണ്ട്. പക്ഷെ അതേ സമയത്ത് നമുക്ക് നെഗറ്റീവ്സ് ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിനിപ്പോ നെഗറ്റീവ്സ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഐ തിങ്ക് നമുക്ക് ഒരു സെറ്റിൽ ചെയ്യാവുന്ന ഒരു ഫീൽഡ് തന്നെ ഉള്ളത്. വർധന എന്ന് പറയാൻ നമുക്ക് ഒരു 15-20% വരെയൊക്കെ നമുക്ക് വർധനകളുണ്ട്. പല മരുന്നുകളും വർധനകളുണ്ട്. പക്ഷെ ആ വർധനകള് ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാനും കൂടെ സാധിക്കേണ്ടതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ സിറ്റുവേഷനിലൊക്കെ ശരിക്കും ടാക്സ് വേണമെങ്കിൽ സ്ലാഷ് ഡൗൺ ചെയ്യണം, ഓർ ഇവൻ യു ക്യാൻ സ്റ്റോപ്പ് ഇറ്റ്. പല മരുന്നുകളും ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതായത് ജീവൻ രക്ഷാ മരുന്നുകളെ ജെന്യൂനാന്ന് തോന്നുന്നതൊക്കെ അത് കുറച്ചുകൊണ്ട് തന്നെ വരണം. ഉദാഹരണത്തിന് ലുക്കീമിയ പേഷ്യന്റ് ചികിത്സിക്കുമ്പോൾ കോസ്റ്റ് വരുന്നത് മുഴുവൻ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്സ്, ആന്റി ഫംഗൽസ് അതിനൊക്കെയാണ്. അപ്പൊ അതൊക്കെ നമ്മള് ജീവൻ രക്ഷ എന്ന് പറഞ്ഞാൽ നേരിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന മരുന്ന് കൂടാതെ ഈ ഒരു ഭാഗം വളരെ ഹൈയാ. ലുക്കീമിയ പേഷ്യന്റ് ചെലവിന്റെ ഒരു 70% സപ്പോർട്ടീവ് കെയർ എന്ന് പറഞ്ഞാൽ ആന്റിബയോട്ടിക്സ് ഒക്കെ ആയിരിക്കും. അപ്പൊ നമ്മള് ആ ക്യാൻസർ മരുന്നുകളുടെ മാത്രം വല്ല ഒരു 20% കുറച്ചു കൊടുത്തോണ്ട് രോഗിയുടെ ടോട്ടൽ എക്സ്പെൻസ് കുറയാൻ പോകുന്നൊന്നുമില്ല. അത് ഭാവിയിൽ വന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് സർക്കാർ തലത്തിലുള്ള തന്നെ വരണം. രണ്ടാമത്തെ നമുക്ക് ഇൻഷുറൻസ് കവറേജ് കൊടുക്കാൻ സാധിക്കണം. അപ്പൊ അങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ എനിക്കൊന്ന് ആരോഗ്യമേഖല മുന്നോട്ട് തന്നെ കൊണ്ടുപോകാൻ സാധിക്കും. മരുന്നു കമ്പനികൾ നടത്തുന്ന ചില വിപണന തന്ത്രങ്ങളെക്കുറിച്ചും സർക്കാർ നടപ്പിലാക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു മധ്യമേഖല അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോളർ
MR പ്രദീപ് കുമാർ. മരുന്നിന്റെ നിർമ്മാണത്തില് ഗുഡ് ലബോറട്ടറി പ്രാക്ടീസ്, ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസസ്, അങ്ങനെ പുതിയ തരത്തിലുള്ള ഡയറക്ഷൻസും സ്റ്റാൻഡേർഡ്സും നമ്മൾ സ്പെസിഫൈ ചെയ്തു. അതനുസരിച്ച് വന്നപ്പോൾ ഇവരുടെ മാനുഫാക്ചറിംഗ് എക്സ്പെൻഡിച്ചർ കൂട്ടി കമ്പനികളുടെ. അതുപോലെ തന്നെ ഇപ്പൊ എംപ്ലോയീസിനെ കിട്ടാനില്ല, കോമ്പീറ്റന്റ് ആയിട്ടുള്ള എംപ്ലോയീസിന് വേണ്ടിയിട്ട് അവർക്കും വെൽ പേയിങ് ആയിട്ട് വന്നു. പിന്നെ കമ്പനികളെല്ലാം തന്നെ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ടാക്സ് ഫ്രീ സോൺസ് ഉണ്ട്. അതായത് ഉത്തരാഞ്ചല്, ഹിമാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ, ഛത്തീസ്ഗഡ് അങ്ങനെയുള്ള സ്റ്റേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് എല്ലാം. അപ്പൊ അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ എത്തുമ്പോഴത്തേക്ക് അതിന്റെ ഒരു കോസ്റ്റ് കൂടി. പിന്നെ റോ മെറ്റീരിയലിന്റെ അവൈലബിലിറ്റി കുത്തകവൽക്കരിച്ചു. ഇപ്പൊ ഉദാഹരണം റോഷ് എന്ന് പറഞ്ഞൊരു കമ്പനിക്കാണ് വൈറ്റമിൻ എയുടെ കുത്തകയുള്ളത്. അപ്പൊ അവരുടെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം അവർ പുറത്തോട്ട് കൊടുക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ വന്ന് റോ മെറ്റീരിയലിന് കുത്തക വന്നപ്പോഴത്തേക്ക് മറ്റ് കമ്പനിയിലെ കുത്തക അവകാശമുള്ളവർക്ക് മാത്രമേ ഒരു പ്രൈസ് കൺട്രോൾ അതിൽ വരുത്താൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് കൊടുക്കുമ്പോൾ അവര് ഓവർ പ്രൈസിങ് വരും. പിന്നെ അങ്ങനെ വന്നപ്പോഴാണ് ഈ വൻകിട കമ്പനിക്കാർ ഇപ്പൊ ഔട്ട്സോഴ്സ് ചെയ്യുക, തേർഡ് പാർട്ടി മാനുഫാക്ചറിംഗ് എന്ന് പറയും. അത് വേറൊരു മാനുഫാക്ചറൊക്കെ ഉണ്ടായിട്ട് ഇവര് മാർക്കറ്റിംഗ് നടത്തും. ഉപയോഗം കൂടിയത് കൊണ്ടാണ് ഈ വില ഫീൽ ചെയ്ത് വരുന്നത്. മരുന്ന് നമ്മൾ ഇഷ്ടമില്ലാതെ മേടിക്കുന്ന ഒരു കമ്മോഡിറ്റിയാണ്. സെലക്ഷൻ കപ്പാസിറ്റി നമുക്കില്ല. 74 ബൾക്ക് ഡ്രഗ് ഷെഡ്യൂൾഡ് കാറ്റഗറി വരുത്തിയിട്ടുണ്ട്. പിന്നെ ഈ എണ്ണം എന്ന് പറയുന്നത് ഇപ്പൊ എസെൻഷ്യൽ കാറ്റഗറി 348 ഉണ്ട്. അപ്പൊ 340 അടുത്ത് തന്നെ കേന്ദ്ര ഗവൺമെന്റ് 348 എണ്ണത്തിനും പ്രൈസ് കൺട്രോൾ വരുത്തുകയാണ്. അപ്പൊ അതിനകത്ത് ആന്റി ക്യാൻസർ ഡ്രഗും എല്ലാം വരുന്നുണ്ട്. ആന്റി ക്യാൻസർ ഡ്രഗ്സോ ആന്റി കാർഡിയോ ആക്ടിംഗ് ഡ്രഗ്സ് അല്ലെ ആന്റി ഡയബറ്റിക് ഡ്രഗ്സ് എല്ലാം വരുന്നുണ്ട്. ഇപ്പോഴും ആന്റി ഡയബറ്റിക് ഡ്രഗ്സിന് ഇൻസുലിനൊക്കെ പ്രൈസ് കൺട്രോൾ ഉണ്ട്. ഇത് ഷെഡ്യൂൾഡ് അല്ലാത്ത കാറ്റഗറിയിൽ ഓരോ കമ്പനിക്കും ഗവൺമെന്റ് ഇടപെട്ടിട്ട് വിപണിയിൽ വില നിയന്ത്രിക്കുന്നുണ്ട്. അതിനുവേണ്ടിയിട്ട് തന്നെ ഒരു NPP എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി ഉണ്ട്. കൺട്രോൾഡ് അല്ലാത്ത മരുന്നിന്റെ വില നിശ്ചയിക്കുന്നത് കമ്പനിക്കാരാണ്. അവർക്ക് ഈ ഫോർമുല പ്രകാരം അവർക്ക് അതിന് റൈറ്റും ഉണ്ട്. ഇവരിപ്പോ നമ്മളൊരു ടാബ്ലറ്റ് ഫോം കൊണ്ടുവന്ന് വില നിയന്ത്രണ പട്ടിക കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവരത് ക്യാപ്സൂൾ ഫോം ആക്കി മാറ്റും. അപ്പൊ ക്യാപ്സൂൾ ഫോം ആക്കി മാറ്റുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ കൺട്രോൾ പോവാം. അപ്പൊ ഇങ്ങനെ വില അവര് അട്ടിമറിക്കപ്പെടുകയും ചെയ്യും. പിന്നെ കോട്ടിംഗ് കൊടുക്കും. ഫില്ലിംഗ് കോട്ടിംഗ് വരും, എൻഡറി കോട്ടിംഗ് വരും, ഷുഗർ കോട്ടിംഗ് വരും. കോട്ടിംഗ് വരുമ്പോൾ ഈ പ്രൊവിഷനിൽ നിന്ന് പുറത്തു പോകും. ചിലപ്പോൾ അലുമിനിയം സ്ട്രിപ്പിനായിരിക്കും വില നിയന്ത്രണം ഉള്ളത്, ബ്ലിസ്റ്റർ പാക്കിന് കാണില്ല. അപ്പൊ ബ്ലിസ്റ്റർ പാക്കിങ്ങിലേക്ക് അവർ വരും. അപ്പൊ അത് അല്ലെങ്കിൽ ചില സ്പാൻസ്യൂൾസ് എന്ന് പറഞ്ഞിട്ട് ലോങ് ടൈം യൂസിനുള്ള മരുന്നായിട്ട് മാറും. അല്ലെങ്കിൽ അലുവലു പാക്കിംഗ് എന്ന് പറഞ്ഞു വരും. അപ്പൊ ഇതെല്ലാം അവര് ഉടനെ തന്നെ ആ അടുത്ത വഴി കണ്ടെത്തുക ചെയ്യുന്നത്. പിന്നെ വേറൊരു വ്യത്യാസം കണ്ടുവരുന്ന പറഞ്ഞാൽ വേറെ പ്രൊവിഷൻ വെച്ചിട്ട് ഇവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ മരുന്ന് തന്നെ ഡയറ്ററി സപ്ലിമെന്റ് എന്ന് പറഞ്ഞ് ഇപ്പൊ ഇറക്കുന്നുണ്ട്. ഡയറ്ററി സപ്ലിമെന്റ് എന്ന് പറഞ്ഞ് ഇറക്കുകയാണെങ്കിൽ അവർക്ക് ഒരു PFA ലൈസൻസ് മാത്രം മതി. ഇപ്പൊ ഫുഡ് മെറ്റീരിയൽ എന്നുള്ള നിലയിൽ മരുന്ന് നിറം മാറിപ്പോ വരുന്നുണ്ട്. അതിന് ഗവൺമെന്റ് അംഗീകാരം ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഗവൺമെന്റ് ഒരു ഒക്ടോബറോടുകൂടി അംഗീകാരവും കൊടുക്കും. വില നിയന്ത്രണ പട്ടികയിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് ട്രേഡ് മാർക്ക് നിലനിർത്തിക്കൊണ്ട് ഇവര് ഇൻഗ്രീഡിയന്റ് മാറ്റും. അങ്ങനെയും ഇതിനകത്തുനിന്ന് മാറും. ഇമ്പോർട്ടന്റ് ഡ്രഗ്സിന്റെ പുറത്ത് നമുക്ക് വില നിയന്ത്രണമില്ല. അവരിവിടെ കൊണ്ടുവരുന്ന അതായത് ഒരു ലാൻഡിൽ എത്തുന്ന നമ്മുടെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള ആ പ്രൈസിംഗിന്റെ 50% ഇവര് കൂട്ടാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ലാൻഡഡ് കോസ്റ്റ് എന്ന് പറയുന്നത് അവര് അവിടുന്ന് ബയറിന്റെ അടുത്ത് തന്നെ കൂട്ടിയിടും. എന്നിട്ടാണ് ഇവിടെ വരിക. എന്നിട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ അതിന് പ്രൊമോഷൻ ഇപ്പൊ ഈ ആന്റി ക്യാൻസറസ് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ പലതും പരീക്ഷണം പോലാണ്. കാര്യം ഒരു ഡൈയിങ് പേഷ്യന്റ് ആണ്. ആ ഡൈയിങ് പേഷ്യന്റിന് കൊടുക്കുമ്പോഴത്തേക്ക് അതിന്റെ ഒരു വിലയുടെ കാര്യത്തിൽ എന്ത് വിലയ്ക്ക് മേടിക്കുന്ന ആൾക്കാരുണ്ട്. ജീവൻ നിലനിർത്തണമല്ലോ. അത് ചൂഷണം ചെയ്യുന്നുണ്ട്. ഇടനിലക്കാര് ചൂഷണം ചെയ്യുന്നുണ്ട്. പിന്നെ കുറേയേറെ ഡോക്ടർമാരുടെ താല്പര്യങ്ങൾ അതിനകത്ത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാര്യം അത് പല കമ്പനിക്കാരെയും ഞങ്ങളെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പറയുന്ന പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്രയും ഡോക്ടർക്ക് കൊടുക്കണം ഒരെണ്ണം എഴുതണമെങ്കിൽ. അപ്പൊ പിന്നെ ഞങ്ങൾ എങ്ങനെ കുറയ്ക്കും? വില ഞങ്ങൾ നിയന്ത്രിക്കുമ്പോൾ ഇവർ അവൈലബിൾ അല്ലാതാക്കും. പുതിയതായിട്ടുള്ള കുറെ മരുന്നുകൾ വരുന്നുണ്ട്. അപ്പൊ ന്യൂടെക്സ് എന്ന് പറയുന്നത് 4 വർഷത്തേക്ക് അത് ഒരു ഈ ഒഫീഷ്യൽ ഫാർമക്കോപ്പിയിലൊന്നും വരാത്തതാണ്. 4 വർഷക്കാലങ്ങളിൽ ഇവർക്ക് ഇഷ്ടമുള്ള വിലയ്ക്ക് വിൽക്കാം. വില നിയന്ത്രണം വരുന്നതേ ഇല്ല. 4 വർഷത്തേക്ക് അവർക്ക് ഒരു പ്രിവിലേജ് കിട്ടുകയാണ്. ആ 4 വർഷ പീരീഡിൽ അത് ഡോക്ടർമാർക്ക് വിവിധ സമ്മാനങ്ങൾ കൊടുത്തോ അല്ലെങ്കിൽ ഭയങ്കര മാർക്കറ്റിംഗ് എക്സ്റ്റൻസീവ് മാർക്കറ്റിംഗ് കൊണ്ട് അവരോട് വിപണി കീഴടക്കും. ഇന്ത്യയിൽ 10 വൻകിട വ്യവസായങ്ങളിൽ ഒന്ന് ഔഷധ വ്യവസായമാണ്. മാത്രമല്ല നമുക്കൊരു ഡ്രഗ് പോളിസി ഇല്ല. ഓരോ സ്റ്റേറ്റിനും ഒരു ഡ്രഗ് പോളിസി വേണം. അതുപോലെ ഒരു ഫോർമുലറി വേണം. സ്റ്റേറ്റ് ഡ്രഗ് ഫോർമുലറി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കേണ്ട മരുന്നുകളുടെ ബ്രാൻഡ് മരുന്നുകൾ എന്തൊക്കെയാണെന്ന് നിശ്ചയിക്കണം ഗവൺമെന്റ്. അതും certain നമ്പർ ഓഫ് ബ്രാൻഡ്സ് പെർമിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ക്വാളിറ്റിയും പ്രൈസും നോക്കിയിട്ട് ഈ ബ്രാൻഡ് സെലക്റ്റീവ് ആവണം. ബ്രാൻഡ് സെലക്റ്റീവ് ആയിട്ട് ഗവൺമെന്റ് ഒരു കൺട്രോൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ എണ്ണം കുറയും. അതുപോലെ തന്നെ കൺസംഷനും നമുക്കൊരു നിയന്ത്രണം വേണം. ട്രീറ്റ്മെന്റ് പോളിസി വേണമെന്നൊരു തീരുമാനം കഴിഞ്ഞ മിനിസ്ട്രിയിൽ എടുത്തായിരുന്നു. അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യണം. പ്രോട്ടോകോൾ വേണം. ഇന്ന രോഗത്തിന് ഇന്ന മരുന്നുകളെ പാടുള്ളൂ, പരീക്ഷണം പാടില്ല. സർക്കാർ നിർദ്ദേശം കൊണ്ട് ഇപ്പൊ തന്നെ അതിന്റെ ഒരു ശ്രമം എന്നുള്ള നില ജനറിക് നെയിമിൽ എഴുതണമെന്ന് മിനിസ്റ്റർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സൌജന്യമായി രോഗികൾക്ക് മരുന്ന് ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങളെക്കുറിച്ച് എറണാകുളം ജില്ലാ അഡീഷണൽ DMO ഡോക്ടർ ഹസീന മുഹമ്മദ്. ആവശ്യമായ മരുന്നുകൾ സർക്കാർ സ്ഥാപനങ്ങളിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനു വേണ്ടി അതാത് സ്ഥാപന മേധാവികളെ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്.
ഏതാണ്ട് 563ഓളം മരുന്നുകൾ, അത്യാവശ്യ മരുന്നുകൾ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് വഴി സൗജന്യമായി നൽകുന്നുണ്ട്. പിന്നെ പനി, വയറിളക്കം പോലെയുള്ള രോഗങ്ങൾ, അതിനുള്ള മരുന്നുകൾ ആവശ്യഘട്ടങ്ങളിൽ ലഭ്യമാകാതെ ഇരിക്കുകയാണെങ്കിൽ ആശുപത്രിയിൽ ലഭ്യമായ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഫണ്ടുണ്ട്, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജനയുടെ ഫണ്ടുണ്ട്, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷന്റെ ഫണ്ടുണ്ട്. ഈ ഫണ്ടുകൾ ഉൾപ്പെടുത്തി ലോക്കൽ പർച്ചേസ് നടത്തിയിട്ട് രോഗികൾക്ക് സൗജന്യമായി നൽകുവാൻ പറഞ്ഞിട്ടുണ്ട്. യാതൊരു കാരണവശാലും രോഗികളെ കൊണ്ട് മരുന്ന് വെളിയിൽ നിന്നും വാങ്ങിപ്പിക്കാതിരിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോ ഫീവർ ക്ലിനിക്കുകൾ നടത്തുന്നുണ്ട്. അപ്പൊ പഴയതുപോലെ രാവിലെ മരുന്ന് വാങ്ങി പോകുന്ന ഒരു സാഹചര്യം ഇപ്പോഴില്ല. രോഗികൾക്ക് ഉച്ച കഴിഞ്ഞാലും ഞങ്ങളുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പനി, വയറിളക്കം തുടങ്ങിയ രോഗങ്ങളുണ്ടെങ്കിൽ എത്തി അവിടെ നിന്നും മരുന്ന് സൗജന്യമായി വാങ്ങിപ്പോകാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ജില്ലയിലെ പ്രധാന ആശുപത്രികളോട് ചേർന്നിട്ട് കാരുണ്യ ഫാർമസി ആരംഭിക്കാൻ ഉള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. അത് അവസാന ഘട്ടത്തിലാണിപ്പോൾ. അങ്ങനെ വരുമ്പോൾ ബ്രാൻഡഡ് മരുന്നുകൾ വമ്പിച്ച വിലക്കുറവിൽ നമുക്ക് ലഭ്യമാക്കുവാൻ സാധിക്കും. പിന്നെ ആശുപത്രികളോടനുബന്ധിച്ച് കോപ്പറേറ്റീവ് സ്റ്റോഴ്സ്, കൺസ്യൂമർ ഫെഡ്, മാവേലി മെഡിക്കൽ സ്റ്റോർ എന്നിവ വഴി കുറഞ്ഞ വിലയ്ക്ക് മരുന്നുകൾ ലഭ്യമാക്കാനുള്ള സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ മരുന്നിന്റെ സ്ട്രിപ്പുകളിലും കുപ്പികളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന വിലകൾ നിയന്ത്രിക്കുവാൻ ജില്ലാ അധികൃതർക്കോ സംസ്ഥാന തലത്തിലോ സാധിക്കുകയില്ല. ഇതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ തലത്തിൽ വേണം തീരുമാനമെടുക്കുവാൻ. നമുക്കിപ്പോൾ ചെയ്യാമെന്നുള്ളത് ഡ്രഗ് പ്രൈസ് കൺട്രോൾ ഓർഡറിൽ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. കേരളത്തിലെ മാറിവരുന്ന ജീവിതശൈലിയും ഭക്ഷണശൈലിയും ഇവിടുത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങളുമെല്ലാം മനുഷ്യരെ പുതിയ പുതിയ രോഗങ്ങളിലേക്ക് തള്ളിവിടുന്നുണ്ട്. ഇതിനെല്ലാം പ്രതിവിധിയായി നാം സ്വീകരിക്കുന്നത് ജീവൻ രക്ഷ എന്നു പേരുള്ള ജീവൻ ശിക്ഷാ മരുന്നുകളെയാണ്. രോഗത്തെയാണോ മരുന്നിനെയാണോ ഇന്ന് പേടിക്കേണ്ടത് എന്ന സംശയത്തിലാണ് ജനങ്ങൾ. ജനങ്ങളുടെ ഈ ഭയാശങ്കകൾക്ക് മാറ്റമുണ്ടാക്കാൻ അടിയന്തരമായി ഭരണതലത്തിൽ നിന്നു തന്നെ മരുന്നുകളുടെ വിലക്കയറ്റത്തിനെതിരെ കർശന നിയന്ത്രണമാണ് ആവശ്യം. പൊതുജനാരോഗ്യം ഭരിക്കുന്നവരുടെ ചുമതലയാണ്. ആരോഗ്യമുള്ള ഒരു ജനത ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കും. തളർത്തുന്ന രോഗം, കൊല്ലുന്ന മരുന്നുവില്ല. നിർവഹണം ടി മോഹൻ. നിർവഹണ സഹായം KB ആരാധന. സമകാലികം.